ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കക്കയാണ്. നമ്മൾ കുറച്ച് കക്ക എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വെള്ളത്തിയിട്ട് പുഴുങ്ങിയെടുക്കുക, എന്നാലേ നമുക്ക് തോടി മാറിയിട്ട് അതിൻ്റെ അകത്തുള്ള ഇറച്ചി മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതിലോട്ട് പോവാം. കക്കകളാ കണ്ടോ, നല്ല അടിപൊളിയായി കൊണ്ടുവന്നിട്ട് കണ്ടോ. വെച്ചാൽ നമ്മൾ കക്ക ചൂടുവെള്ളത്തിയിട്ട് പുഴുങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക എടുക്കുക, ചൂടുവെള്ളത്തിലോട്ട് ഇടുക. കണ്ടോ, ഇതിലാണ് നമ്മൾ കക്ക പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. കണ്ടോ, നല്ല തോടളവാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, പക്ഷെ നമ്മൾ എടുത്ത പാത്രം ഇച്ചിരി ചെറുതായി പോയി. കണ്ടോ, കക്ക ഒരുപാടും ഉണ്ട് ഗൈസ്. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഗൈസ്. കക്ക ഒരു നല്ല രീതി ഇളവി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കാം ഗൈസ്. വെള്ളത്തിയിട്ട് കക്ക ഉണ്ടോ, ഇതാണ് ഇളവി വന്നിട്ട്. ഇത് നമുക്ക് ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കണം. വൃത്തിയാക്കി വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ ആക്കി ഇട്ടാൽ കണ്ടോ, ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരെണ്ണം എടുക്കുക, ഉണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത്രയും കക്കയാണ് നമ്മൾ വൃത്തിയാക്കി, ഏകദേശം പകുതി ബക്കറ്റോളം ഉണ്ട്. അതാ ഇത്ര ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, അതാ ഇതിലോട്ട് ഇനി മസാല സെറ്റ് ചെയ്യാൻ പോകും. ആദ്യമായിട്ട് നമ്മളിത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ കുറച്ച് മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ മുളക് പൊടി, നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങയും. നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, നമ്മൾ മസാലയൊക്കെ പറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചേരം നമ്മളിനി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. നമുക്കതാ ഇതിനി ഫ്രൈ ചെയ്യാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതാ കക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഗൈസ്, നമ്മളെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമാണ് ഗൈസ്. ഗൈസ് നല്ല കക്ക റോസ്റ്റും നല്ല കിടിലം പൊറോട്ടയും. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, ഇതിൽ നിന്ന് ഒരു പീസ് പൊറോട്ടയും പിന്നെ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.